പ്ലെയിൻ പറക്കാൻ ഒരു തത്വമില്ലേ, ഒരു ബോൾ താഴെ വീഴാൻ ഒരു തത്വമില്ലേ, ഒരു ബോൾ എറിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ ഒരു തത്വമുണ്ട് എന്നതുപോലെ സാമ്പത്തികത്തിനും ഒരു തത്വമുണ്ട്. നിങ്ങൾക്കറിയാമോ, സാമ്പത്തികം ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് പറയുന്നത് ബൈബിളിലാണ്. ഹഗായി 2:8 മുതലുള്ള വാക്യം. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർ സ്നാനപ്പെടും, ഞാൻ രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർ രക്ഷിക്കപ്പെടും, ഞാൻ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർ അഭിഷേകം പ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ സാമ്പത്തികത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരമുള്ള ഒരു 50,000 രൂപ തരാമെന്ന് പറഞ്ഞു. പാസ്റ്ററല്ലേ പറഞ്ഞേ നടക്കുമെന്ന്. കഴിഞ്ഞ 3 മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. തരുന്നു. ദൈവം അങ്ങനെ പറഞ്ഞില്ല. ദൈവം പറഞ്ഞത്, നിന്റെ ആഗ്രഹം ദൈവത്തിൽ വെച്ചാൽ ആ 50,000 കൊണ്ടുവരാൻ ദൈവത്തിന് 1,00,000 വഴികളുണ്ട്. നീ വിചാരിച്ച ജോലി നിനക്ക് കിട്ടിയില്ല, നീ വിചാരിച്ച യാത്ര നടന്നില്ല. നമ്മൾ നമ്മൾ പറയുന്ന വഴിയിൽ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവം കാര്യം നടത്തില്ല എന്നാണ്. അല്ല, ഒരു കാര്യം നടത്താൻ ദൈവത്തിന് 1 കോടി വഴിയുണ്ട്. നിന്റെ ഒരു വഴി അടഞ്ഞുള്ളൂ, ബാക്കി ഇത്രയും ലക്ഷം വഴികൾ തുറന്നു തന്നെ ഇരിക്കുകയാണ്. എല്ലാരും പറയാം എനിക്കൊന്നും അസാധ്യമല്ല. എല്ലാരും പറയാം എനിക്കൊന്നും അസാധ്യമല്ല.